അപ്പോൾ ഇന്ന് ടെസ്റ്റ് മോണിയൽസ് അയച്ചിരിക്കുന്നത് അനീത നായരാണ്. അനീത ട്രൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചന മസാലയും ബട്ടൂരയും. ഈ കൊതി തോന്നിപ്പിക്കുന്ന ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ട്. ചന മസാലയും ബട്ടൂരയും ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫേവറേറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയില്ലേ? റെസിപ്പീസ് ട്രൈ ചെയ്താലും മറക്കാതെ ഫോട്ടോ അയക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തന്തൂരി ഫിഷ് ഫ്രൈ. ഈ ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് ഫ്രൈ തന്നെയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ ഒരു നമ്മുടെ സാധാരണ മീൻ പൊരിച്ച് തിന്നൊരു മാറ്റം വേണ്ടപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചോറായാലും ഇപ്പോൾ നാനോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഐറ്റംസ് ഒക്കെ ഇതിനായിട്ട് ചേരും. അപ്പോൾ ഇവിടെ ചെറിയ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 2 വലിയ കഷ്ണം നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീനാണ് എനിക്ക് കൂടുതൽ ഈ റെസിപ്പിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഒരു പീസിന് തന്നെ 250 ഗ്രാമോളം വരുന്നുണ്ട്. കനം കുറഞ്ഞ നെയ്മീൻ ഉപയോഗിക്കരുത്. കാരണം അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് കൂടി പോവും. കനം കുറച്ച് കൂടുതൽ വേണം ഈ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഉപ്പ് തേച്ചിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് മാരിനേഷനാണിത്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ച പേസ്റ്റ്. ഇഞ്ചി മാത്രമേ ഉള്ളൂ, വെളുത്തുള്ളി ഇപ്പം ചേർക്കുന്നില്ല. പിന്നെ 1/4 ടീസ്പൂൺ വരെ ഉപ്പ്, പാകത്തിന്, നിങ്ങളുടെ പാകത്തിന്. ഇതെല്ലാം ചേർത്ത് നന്നായി പുരട്ടി വെക്കണം. മൂടിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ അരമണിക്കൂർ എന്തായാലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഈ ഫിഷ് ഫ്രൈൻ്റെ മാരിനേഷന് അരമണിക്കൂറിൽ കൂടുകയും വേണ്ട, കുറയുകയും വേണ്ട. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത മാരിനേഷൻ, അതായത് സെക്കൻഡ് മാരിനേഷന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ആദ്യം കുറച്ച് ഹോൾ സ്പൈസസ് അരയ്ക്കണം. അതിനുവേണ്ടി 2 ഏലക്ക, 2 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചതിന് ശേഷം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മിക്സിയിലിട്ട് മിക്സിയുടെ കളർ മാറുന്നതുകൊണ്ടാണ് പിന്നീട് ചേർത്തത്. ഇനി ഒരു ചെറിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര്, പിന്നെ 1/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോഴാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 1 ടീസ്പൂൺ കടലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കസൂരി മേത്തി, നമ്മുടെ ഉണങ്ങിയ ഉലുവയുടെ ഇല. ഇത് എടുത്തിട്ട് ഒന്ന് കൈവച്ചിട്ട് പൊടിച്ചിട്ട് വേണം ഇടാൻ. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ തന്തൂരി മസാലപ്പൊടി ചേർക്കാം. ഇത് അത്യാവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിക്കണം. ഞാൻ സൺഫ്ലവർ ഓയിൽ പോലത്തെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്നും ഈ റെസിപ്പിക്ക് തീരെ ചേരില്ല. പിന്നെ ഒരു നുള്ളു ഉപ്പ്. നമ്മൾ മീൻ ഓൾറെഡി ഉപ്പും ചേർത്താണ് പരട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു നുള്ളു മതി കേട്ടോ. നമ്മുടെ മാരിനേറ്റ് ചെയ്ത ഫിഷ് അരമണിക്കൂറായി. അതെടുത്തിട്ട് നമുക്ക് ഇത് ചേർക്കാം. അതിന് മുമ്പ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് ഈ പേസ്റ്റിലേക്ക് ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ മീൻ സെക്കൻഡ് മാരിനേഷൻ ചെയ്യാൻ പോവാണ്. തന്തൂരി ഐറ്റംസിന് മിക്കപ്പോഴും 2 സെറ്റിലാണ് മാരിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്ലേവേഴ്സ് ഒന്നും കൂടി നല്ല രസമായിട്ട് വരും. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി പരട്ടി വെക്കണം. കുറച്ച് നേരം മതി ഈ പ്രാവശ്യം. പിന്നെ ഇവിടെ നല്ല കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു 2 നുള്ള് ഫുഡ് കളറിങ് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ തീരെ ആവശ്യമുള്ളതല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഒന്ന് ഇത് പറ്റിയതിന് ശേഷം നമുക്ക് പുറത്ത് തന്നെ
10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓവൻ 176 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് 2 വലിയ സ്ക്വയർ പീസ് വാഴയില എടുത്ത് കഴുകി ഉണക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒന്ന് വാടണ വരെയും ചൂടാക്കുകയാണ് ഞാൻ. ഒന്നിങ്ങനെ തളർന്ന് കിട്ടിയാൽ മതി. പിന്നെ ഒരു ഫ്രൈങ് പാനിൽ 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെയും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. തന്തൂരി ആയതുകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ചേർന്നാൽ ആ മസാലേനായിട്ട് ആ മാച്ചിങ് ആവൂല അത്ര. അതുകൊണ്ടാണ് ആദ്യം മണമൊന്നും ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യണത്. ഇവിടെ ഞാൻ ആ വാഴയില ഒരു ബേക്കിംഗ് ഡിഷിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക എണ്ണയിലേക്ക്. അപ്പോൾ അടി പിടിക്കില്ല. മീൻ ഇട്ട ഉടനെ പാൻ ഒന്ന് ഷെയ്ക്ക് ചെയ്തും കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു സൈഡ് നല്ല ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്യും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തെ ആ സൈഡ് നല്ലൊരു ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പം നല്ല ബ്രൗൺ ആയി വന്ന് തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിത് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡ് വളരെ കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. തീരെ ഫുൾ ഫ്രൈ ആവില്ല നമ്മുടെ ഫിഷ്. ഒരു ഇത്തിരി ആ കളർ ഒന്ന് മാറി തുടങ്ങിയാൽ മതി. അപ്പം തന്നെ നമുക്ക് ഈ ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം. കാരണം ബാക്കി നമ്മൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ആ ഡിഷിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ ഡാർക്ക് ബ്രൗൺ ആയ സൈഡ് താഴേക്ക് ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഡിഷിലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം ഫ്രൈ ആവാത്ത സൈഡാണ് മുകളിലേക്ക്. ഇനി നമ്മൾ നമ്മുടെ ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്ത് ചൂടായിരിക്കുന്ന ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. ഓവൻ്റെ ഏറ്റവും മുകളിലത്തെ റാക്കിലേക്ക് വേണം വെക്കാൻ. നമുക്ക് മുകളിൽ നിന്ന് ഉള്ള ഹീറ്റാണ് ഈ ഫിഷ് മിൽക്ക് കിട്ടേണ്ടത്. എന്നിട്ട് നല്ല മുകളിലായിട്ട് തന്നെ ഇത് വെച്ച് ബ്രോയിൽ ചെയ്യണം. 10 മിനിറ്റ് ബ്രോയിൽ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഓവനില്ലെങ്കിൽ ഇത് നമ്മുടെ അടുപ്പത്ത് തന്നെ വെച്ച് എണ്ണയിൽ തന്നെ തിരിച്ചും മറിച്ചും എടുത്താൽ മതി. കുറച്ചും കൂടി സൂക്ഷിക്കണം മീൻ പൊട്ടിപ്പോവാതെ. 10 മിനിറ്റിൽ നമ്മുടെ തന്തൂരി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ നല്ല ബ്രോയിലായി കറക്റ്റിന് നല്ല ചൂടുള്ള ഫിഷ് ഫ്രൈ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം. അതുപോലെ സവാള അരിഞ്ഞ റിങ്സും അടിയിൽ കുറച്ച് ലെറ്റസൊക്കെ ഇട്ടാൽ നല്ലൊരു പ്ലാറ്ററാവും. ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ചേരുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.